സനാതന ധർമ്മത്തെ അധിക്ഷേപിച്ചവരെ കൈവിട്ട തമിഴ്നാട് മെയ് 4 എല്ലാത്തിന്റെയും ഒരു റിസൾട്ട് വരവായിരുന്നു. നമുക്ക് എല്ലാവർക്കും പറയാം, ഇവിടെ കേരളത്തിലും CPM സർക്കാർ പടിയിറങ്ങിപ്പോയി. അതേപോലെ തന്നെ DMKയും പടിയിറങ്ങിയിരിക്കുകയാണ്. അവിടെ TVK അതായത് വിജയുടെ പാർട്ടി അധികാരത്തിലേറുകയും ചെയ്തു. DMKയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് ദൃഢപ്രതിജ്ഞ എടുത്തവരാണ് സ്റ്റാലിനും അതേപോലെ സ്റ്റാലിന്റെ മകനായ ഉദയനിധി സ്റ്റാലിനും. ഈ സ്റ്റാലിൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്, ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകനും ഉപമുഖ്യമന്ത്രിയും കൂടിയാണ്. ഇവ രണ്ടുപേരും കൂടിയാണ് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാനായിട്ട് മുച്ചൂട് മുടിപ്പിക്കാനായിട്ട് അവിടെ ദൃഢപ്രതിജ്ഞ എടുത്തതും മതപീഡനം നടത്തി വല്ലാത്ത ഒരു രീതിയിലേക്ക് തമിഴ്നാട്ടിനെ വലിച്ചടിച്ചു കൊണ്ടുപോയതും. ഇതേ സ്റ്റാലിനെ തന്നെയാണ് ഇവിടെ അയ്യപ്പ സംഗമത്തിൽ വിശിഷ്ടാതിഥിയായിട്ട് ഇവിടത്തെ സർക്കാർ ക്ഷണിച്ചത്. പക്ഷേ ഗാലറി അത്ര ശരിയല്ലാത്തതുകൊണ്ട് സ്റ്റാലിൻ അങ്ങോട്ട് വന്നില്ല. വരാത്തത് എന്തുകൊണ്ട് നന്നായി. കാരണം ഇനി എന്തുകൊണ്ടാണ് സ്റ്റാലിനെ പുറത്താക്കാൻ കാരണം എന്നുകൂടി നമുക്ക് പറയാം. ജനങ്ങൾക്ക് വേണ്ടത് കിറ്റും മറ്റുപകരണങ്ങളും ഒക്കെ ആയിട്ട് വാരിക്കോരി കൊടുത്തിരുന്നു സ്റ്റാലിൻ. പക്ഷേ ഒരു കാര്യം മാത്രം സ്റ്റാലിൻ മറന്നുപോയി. വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാനായിട്ട് സ്റ്റാലിന് ഇത്തിരി പ്രശ്നമുണ്ടായിരുന്നു. അതും ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തെ മാത്രം വേർതിരിച്ച് കാണുകയും നടത്താൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു ഈ അവസാന കാലഘട്ടത്തിൽ DMK ഏറ്റവും കൂടുതൽ ആനടിച്ചത്. കാരണം തിരുപ്പുറക്കുണ്ട്രം എന്ന മുരുകന്റെ ക്ഷേത്രം, അതായത് മുരുകന്റെ മലയെ അവിടെ ഒരു കാർത്തിക ദീപം തെളിയിക്കാനായിട്ട് വന്ന വിശ്വാസികളെ കടത്തി വിട്ടില്ല എന്ന് മാത്രമല്ല വല്ലാത്തൊരു രീതിയിൽ വിശ്വാസികളോട് പെരുമാറുകയും ചെയ്തു. അതായത് വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന രീതിയിലായിരുന്നു സ്റ്റാലിന്റെ ഓരോരോ നീക്കങ്ങളും. കാരണം ഇതേ തിരുപ്പുറക്കുണ്ടത്ത് തന്നെ ഒരു മുസ്ലിംസിന്റെ ദർഗയുണ്ട്. ആ ദർഗയുടെ നേരെ വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ആചാര ലംഘനം, അതായത് അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാലിൻ ഈ ഒരു വിളക്ക്, അതായത് കാർത്തിക ദീപം തെളിയിക്കാൻ വിശ്വാസികളെ അനുവദിക്കാതിരുന്നത്. ഇതൊരു ആഗോള പ്രശ്നമായി. വിശ്വാസികൾ എന്ത് ചെയ്തു? സ്റ്റാലിന്റെ ഈ ഒരു നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചു. മദ്രാസ് കോടതിയിൽ ഒരു വിധി വന്നു. കാർത്തിക ദീപം തെളിയിക്കാനായിട്ട് അനുമതി കൊടുത്തു, പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി. ഓർക്കണേ തമിഴ്നാട്ടിലെ ജനതയുടെ ഒരവസ്ഥ. കാർത്തിക ദീപം തെളിയിക്കാനായിട്ട്, ഹൈന്ദവർക്ക് കാർത്തിക ദീപം തെളിയിക്കാനായിട്ട്, സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിക്കാനായിട്ട് കോടതി വരെ പോയി കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി ഉണ്ടാക്കി കൊടുത്തത്. ഇതിനേക്കാൾ ഒരു നാണക്കേട് സ്റ്റാലിന് വേറെ കിട്ടാനുണ്ടോ? പക്ഷേ സ്റ്റാലിന് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മറുവശത്ത് മതപീഡനം നടത്തി അവരുടെ വോട്ട് തനിക്ക് വോട്ട് ബാങ്കായി ലഭിക്കുമെന്ന് കരുതിക്കൂട്ടി തന്നെയാണ് സ്റ്റാലിൻ ഹിന്ദു വിശ്വാസികളുടെ വിശ്വാസത്തെ ചവിട്ടി മെതിച്ചു കളഞ്ഞത്. പക്ഷേ ഉത്തരത്തിനത് കിട്ടിയില്ല, കഷത്തിലിരിക്കുന്നത് പോയി എന്ന് പറഞ്ഞ അവസ്ഥയായി സ്റ്റാലിൻ്റെത്. സ്റ്റാലിന്റെ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയായിരുന്നു. മതവിശ്വാസത്തെ വ്രണപ്പെടുത്തി പ്രീണനം നടത്തി വോട്ട് ലഭിക്കുക, അതേപോലെ കിറ്റ് കൊടുക്കുക, പൈസ കൊടുക്കുക, 5000 രൂപ വെച്ച് ഒരു വോട്ടർക്ക്, ഒരു കുടുംബത്തിൽ 5000 രൂപ വെച്ച് ഒരു വോട്ടർക്ക് കൊടുക്കാം. ഇതൊക്കെയായിരുന്നു സ്റ്റാലിന്റെ കുതന്ത്രങ്ങൾ. പക്ഷെ അവസാന നിമിഷം എല്ലാം പാളിപ്പോയി. നമ്മൾ കണ്ടതാണ്, വിജയ് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് പ്രസംഗിക്കാൻ ഒരു സ്പേസ് പോലും വിജയ്ക്ക് അനുവദിക്കാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കരിപ്പൂർ അപകടം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ കരുതിക്കൂട്ടി ഒരു അപകടം ഉണ്ടാക്കി വിജയ് എന്നൊരു വ്യക്തിയെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു സ്റ്റാലിൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവസാനം 1ാം സ്ഥാനത്ത് നിന്ന മനുഷ്യനാണ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. അവിടുത്തെ പ്രതിപക്ഷം AIADMK ആണ്. അതായത് BJP സഖ്യമാണ് AIADMK. ഇതിനേക്കാൾ വലിയൊരു നാണക്കേട് സ്റ്റാലിൻ ലഭിക്കാനുണ്ടോ? ഇത് ഒരു കാലത്തിന്റെ കാവ്യനീതിയാണ്. കാരണം ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ, അതായത് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ചവിട്ടി മതിച്ച ഒരു സംഭവം 2018, 2019 കാലഘട്ടത്തിൽ ശബരിമലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ജനങ്ങൾ നിങ്ങൾക്കൊരു അവസരം നൽകിയിരുന്നു. 2021 നിങ്ങൾ തന്നെ അധികാരത്തിൽ വന്നു. പക്ഷേ നിങ്ങൾ നന്നായില്ല. അന്നത്തെ ആചാര ലംഘനത്തെക്കാൾ കൂടുതൽ കൊള്ള ഇപ്പോൾ നടന്നു. സ്വർണ്ണക്കൊള്ള, കൈവച്ചയിലെല്ലാം കൊള്ളയാണ്. ഇതൊക്കെ തന്നെയാണ് 10 വർഷ തുടർ ഭരണം CPM-ലെ കടക്ക് പുറത്ത് എന്ന രീതിയിലേക്ക് ആക്കിയത്. ജനങ്ങൾക്ക് മടുത്തു ഈ ഭരണം. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ പുറത്താക്കിയത്. ഇതേ രീതി തന്നെയാണ് അവിടെ ഫോളോ ചെയ്തത്, തമിഴ്നാട്ടിലും ഫോളോ ചെയ്തത്. ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസത്തെ ചവിട്ടി മതിച്ച് മുസ്ലിം പ്രീണനം, അതായത് മറ്റു മതങ്ങളെ പ്രീണിപ്പിച്ചും അവരെ വാരിക്കോരി കൊടുത്തും അവരോട് എന്തൊക്കെയോ മമത കാണിച്ചും അവസാനം ആചാര ലംഘനം നടത്തിയും ഒക്കെ അർമാദിച്ചു വരികയായിരുന്നു ഇവിടെ. തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഒരേപോലെ ജനങ്ങൾ കൈവിട്ടത് മെയ് 4-നാണ്. ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി അവർക്ക് കിട്ടാനില്ല. തോൽവി എന്ന് പറഞ്ഞാൽ ലോക തോൽവി. കേരളത്തിലാകട്ടെ 40-ന് മേലുള്ള സീറ്റ് ലഭിക്കാൻ CPM-ന് കഴിഞ്ഞില്ല. ഇത് തന്നെ ഒരു ഏറ്റവും വലിയ തോൽവിയാണ്. ധർമ്മടത്താണെങ്കിലോ പിണറായി വിജയൻ, അതായത് ക്യാപ്റ്റൻ,
മുക്കിയും നെങ്ങിയാണ് ഒന്ന് ജയിച്ചു കിട്ടിയത്. 19,000 വോട്ടിന്റെ ലീഡിലാണ് ജയിച്ചു കിട്ടിയത്. തുടക്കം മുതലേ അദ്ദേഹം പിന്നിലായിരുന്നു. മാത്രവുമല്ല, ഇടയ്ക്ക് മറ്റു പല മന്ത്രിസഭയിലെ മറ്റു പല മന്ത്രിമാരും, പ്രമുഖരായ പല മന്ത്രിമാരും ഇന്ന് വിജയത്തിലേക്കല്ല പരാജയത്തിലേക്കാണ് പോയത്. ഉദാഹരണം, നമ്പർ 1 കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എവിടെ പോയി? ആറന്മുളയിൽ ഏറ്റവും വലിയ പരാജയം നേരിട്ടത് വീണ ജോർജ് ആണ്. ഇതെല്ലാം ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ തിരിച്ചറിവാണ്. ഇനിയെങ്കിലും അധികാരത്തിൽ വരികയാണെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടത്തിനും സേവനത്തിനും അനുസരിച്ച് വർക്ക് ചെയ്യുക, അവരെ സേവിക്കുക. അല്ലാതെ രാജാവായിട്ട് ചമനിരുന്നു കഴിഞ്ഞാൽ രാജാവ് നഗ്നനാണെങ്കിൽ ജനങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്യും. 10 വർഷം ജനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഒരു അവസരം വന്നപ്പോൾ അവരത് വിനിയോഗിച്ചു. സ്റ്റാലിനും ഇത് തന്നെയാണ് സംഭവിച്ചത്. തമിഴ്നാട്ടിലെ ജനങ്ങളെ കള്ളും അതുപോലെ പണവും കൊടുത്തു കഴിഞ്ഞാൽ മയങ്ങി നിങ്ങളുടെ കൂടെ വോട്ടിന് വീഴുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റ് തന്നെയാണ്. കാരണം ജനങ്ങൾ ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങി. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇത് വിജയ് സ്റ്റാർഡം കൊണ്ടാണ് ജയിച്ചതെന്ന് പറയാം. പക്ഷേ സ്റ്റാർഡം കൊണ്ടാണെങ്കിലും സ്റ്റാലിന്റെ കോട്ട കുലുങ്ങിയില്ലേ? ഇത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിച്ചതും. ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു, സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ വന്ന് അവതരിച്ചവരെ കടക്ക് പുറത്തുനിന്ന്. അതാണ് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ നടന്നത്.